ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നിങ്ങൾ അറിയാവുന്ന പോലെ തന്നെ ഞാൻ ഇത്രയും കാലം നമ്മുടെ പ്രൈമറി ഫോണായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വിവോ X200 Pro ആണ്. നമ്മളിപ്പോൾ ആക്ച്വലി ഷിഫ്റ്റ് ചെയ്യാണ്. ഞാൻ ആക്ച്വലി നമ്മുടെ പ്രൈമറി ഫോൺ S24 Ultra'യിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മെയിൻ പ്രൈമറിലി ബിക്കോസ് ഓഫ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ്. അത് മാത്രമല്ല, നമ്മൾ ആക്ച്വലി X200 Pro വിൽക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ അടുത്ത മാസം 300 Pro ഇറങ്ങും. അപ്പോൾ നമുക്കത് വാങ്ങിക്കണമല്ലോ, നമുക്ക് വീഡിയോ പർപ്പസിന് വാങ്ങിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ കൊടുക്കുന്നത്. 6 മാസം എന്ന് വെച്ചാൽ 6 months ഓൾഡ് ആണ്. ഡാമേജസ് സംഭവമൊന്നുമില്ല. വിത്ത് ഫുൾ ബോക്സ്, ഫുൾ ബില്ല്, അതുപോലെ തന്നെ സ്ക്രാച്ചസ് സംഭവമൊന്നുമില്ല. നമ്മൾ എക്സ്ട്രാ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള സ്ക്രീൻ ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്രാച്ച് പോലും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കേസുകളും ഉണ്ട് സെപ്പറേറ്റ് വേറെ. ഇത് നമുക്ക് എന്താ പറയുക, വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഉള്ള ഒരു കേസാണ്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഇത് തിൻ കേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യാൻ മറക്കണം. നമ്മളൊരു എക്സ്പെക്റ്റഡ് പ്രൈസ് 65 ആണ്. അതിൻ്റെ ഭയങ്കര താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിത് സെൽ ഔട്ട് ചെയ്യുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പരിപാടി നോക്കുന്നത് വെച്ചാൽ ഡയറക്റ്റ് ബ്രാൻഡ് ടു ബ്രാൻഡ് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ X300 Pro ഇറങ്ങുമ്പോൾ എന്തായാലും അവർ ഓഫറും കാര്യങ്ങളൊക്കെ വെക്കും. അപ്പോൾ X60 താഴെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അത് അതാണ് വൺ ഓഫ് ദി മെയിൻ റീസൺ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ സാംസങ് വാലറ്റൊക്കെ ഭയങ്കരമായിട്ട്, ഞാൻ ഇതിന് മുമ്പ് S23 Ultra ആയിരുന്നല്ലോ, നമ്മൾ ഓൾറെഡി അറിയാവുന്ന പോലെ നമ്മുടെ വീഡിയോ കാണാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. അപ്പോൾ സാംസങ് വാലറ്റ്, മെയിൻലി സാംസങ് വാലറ്റ് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. അതിൻ്റെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാം കിടുകകളായിരുന്നു. നമുക്ക് കാർഡും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണ്ട. അപ്പോൾ അത് കുറേ സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പറയുമ്പോൾ ഇതിൻ്റെ ക്യാമറ ഒക്കെ ഭയങ്കര സുപ്പീരിയർ ആണ്. പിന്നെ കളർഫുള്ളാണ്. നമുക്ക് എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം റെഡി അല്ലെങ്കിൽ എന്താ പറയുക, സോഷ്യൽ മീഡിയ റെഡി എന്നൊക്കെ പറയാവുന്ന ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ഡിസ്പ്ലേ രണ്ടും കിടലം തന്നെയാണ്. പക്ഷേ എനിക്ക് എന്താ സംഭവം എന്ന് പറയും, ഇത് ഭയങ്കര ഹെവിയാണ്. പിന്നെ ഞാൻ ഇത് ഇപ്പോൾ മെയിൻലി പ്രൈമറി ഡിവൈസ് ആയിട്ട് മാറ്റാനുള്ള കുറച്ച് കാരണങ്ങൾ പറയാം. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ സെൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സെക്കൻഡറി ആയിട്ട് മാറ്റുന്നത്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, സാംസങ്ങിൻ്റെ നോക്സ് സെക്യൂരിറ്റി സംഭവം ഉണ്ട്. അതുപോലെ തന്നെ സാംസങ് വാലറ്റ്, സാംസങ് പാസ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഞാൻ അതിൽ പണ്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇത്രയും കാലം ഞാൻ സെക്കൻഡറി തേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു പിക്സലിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിക്സൽ ഞാൻ പ്രൈമറി ആക്കിയില്ല. പറയുമ്പോൾ കുട്ടി ഫോണാണല്ലോ. പിന്നെ നമുക്കത് മാത്രമല്ല, അടുത്ത കാരണം എന്ന് പറയുന്നത്, ഈ സാധനം ഭയങ്കര ഹെവിയാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ പിക്സൽ 10 ഉപയോഗിച്ചിട്ടും S24 Ultra അടക്കം പറയുമ്പോൾ ഇതിന് ആ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, 200 മുകളിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ സാധനം ഹോൾഡ് ചെയ്യുമ്പോൾ തീരെ ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ടൈറ്റാനിയം ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ഈ രണ്ടും പിടിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് രണ്ടും ഒരേ സമയം ഒരു കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇത് പിടിക്കുന്ന കൈ ശരിക്കും കഴപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു അൺകംഫർട്ടബിൾ ആണല്ലോ. അതുകൊണ്ട് മാത്രം. പിന്നെ ഇത് ടോപ്പ് ഹെവിയാണ്. അത് ക്യാമറ സൂപ്പർ ആയതുകൊണ്ടാണ്, അത് വേറെ കാര്യം. പക്ഷേ കംഫർട്ടബിൾ ആണല്ലോ നമുക്ക് ഏറ്റവും മെയിൻ പരിപാടി. അത് ടോപ്പ് ഹെവി, അതുപോലെ തന്നെ ഹെവിനെസ് കൂടുതലാണ്. അതുകൊണ്ട് വേറൊരു റീസണാണ്. അടുത്ത റീസൺ എന്ന് പറയുന്നത്, ഇതിൻ്റെ നമ്മുടെ ലൗഡ് സ്പീക്കർ ഉണ്ടല്ലോ, ഭയങ്കര വോളിയം കുറവാണ്. തീരെ വോളിയം കുറവാണ്, ഒന്നും കേൾക്കില്ല. ഞാൻ നോർമലി മിക്ക ഫോൺസുകൾ വരുമ്പോഴൊക്കെ ലൗഡ് സ്പീക്കറിലിട്ടൊക്കെയാണ് കേൾക്കാറ്. എന്ന് വെച്ചാൽ ഇത് ഒന്നാമത് റേഡിയേഷൻസ് ഒക്കെ ആണല്ലോ. പിന്നെ മിക്കവാറും നമ്മൾ വർക്ക് ഫ്രം ഹോം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ലൗഡ് സ്പീക്കറിലിട്ട് കേൾക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. നമുക്കിതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ TWS ഒന്നും ഉപയോഗിക്കാറില്ല, ചെവിയുടെ പോലും ലോങ് എക്സ്റ്റെൻസീവ്ലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതും ഇതിൽ ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ ഇതിൻ്റെ ലൗഡ് സ്പീക്കർ ഭയങ്കര ലോ ആണ്. അത് എന്താ കാരണം എന്നറിയില്ല. പറയുമ്പോൾ രണ്ടും സ്റ്റീരിയോ സ്പീക്കറും കാണലൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത ലോ എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ട് റീസൺ വരുന്നത്. വല്ലാണ്ട് കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതൊക്കെ ഇടലൻ ഫോൺ തന്നെയാണ്. ഇപ്പോൾ X300ലേക്ക് നിങ്ങൾ X300 Proയിലേക്ക് നിങ്ങൾ ഓൾറെഡി ഒരു X200 Pro ഉപയോഗിക്കുന്ന ഒരാളാണ്. നിങ്ങൾ X300 Proയിലേക്ക് മാറണമെന്ന് വെച്ചാൽ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. മാറേണ്ട ഒരു ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ അത്രയും ഡിഫറൻസ് ഒന്നും ഇതിൽ വരാൻ പോകുന്നില്ല. മെയിൻ ഇത് സംഭവം എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് സൈഡും ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അതല്ലാണ്ട് വലിയ ഡിസൈൻ ചേഞ്ചസ് പോലും ഇല്ല. നിങ്ങൾക്ക് പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും വരാനില്ല. സെയിം മെഗാപിക്സൽ സെൻസറൊക്കെയാണ് വരുന്നത്. അതിൻ്റെ പുതിയ ലേറ്റസ്റ്റ് ഒന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഡ്രാസ്റ്റിക്കലി ചേഞ്ചസ് ഒന്നും വരാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ലത് അപ്ഗ്രേഡ് ചെയ്യാനൊന്നും. പക്ഷേ ഞാൻ മെയിനായിട്ടും മാറ്റാനുള്ള കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ട്. ഇത് പൊട്ടയായിട്ടല്ല. നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് iPhone 2 ഞാൻ സാംസങ് മാറിയപ്പോൾ അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി എനിക്ക് iPhone വെറുത്തിട്ടാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു റീസൺ കാരണമാണ് ഞാൻ മാറാൻ കാരണം. ഞാൻ ഓൾറെഡി ഇന്നലെ ഇതിൻ്റെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സാംസങ്ങിലേക്ക് പോർട്ട് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. സാംസങ് സ്വിച്ച് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ കൂടെ നമുക്ക് സുഖമായിട്ട് എല്ലാം പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്മും നമ്മുടെ ഈ സിമ്മാണ്, അത് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ സിമ്മ് കാണില്ലാണ്ടോ. ഞാൻ ഇട്ടിട്ടില്ല. BSNL സിമ്മിൻ്റെ പിക്സല്ല കിടക്കണേ. ഇതിലേക്ക് ഇപ്പോൾ സിമ്മും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാൻ
ടാഗ് ചെയ്യാം, എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഇത് മാറാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിൽ നമുക്ക് ഇല്ല ഡിഫറൻസും കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഓൾറെഡി S23 അൾട്രാൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ വലിയ ഡിഫറൻസും ഡ്രാസ്റ്റിക് ചേഞ്ചസും ഒന്നും പറയാനില്ല. പറയുമ്പോൾ ഇത് ഫ്ലാറ്റ് ആക്കി. പിന്നെ S23 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും വീതി വെച്ച പോലെ ഉണ്ട്. പിന്നെ ബാറ്ററി ബാക്കപ്പ് കുഴപ്പമില്ല, ഒരു 7-8 സ്ക്രീൻ അവറൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉള്ളു എൻ്റെ. പക്ഷേ സാംസങ്ങിൻ്റെ 45 വാട്ടിന് ചാർജർ ഉണ്ട്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചാർജിങ് വരുന്നുണ്ട്. വലിയ കുഴപ്പം നമുക്ക് പ്രശ്നമായിട്ടില്ല. പിന്നെ പോരാത്തന്നെ നമ്മളിപ്പോൾ എന്താ പറയുക ട്രാവലിങ് സംഭവമൊന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂ ഇല്ല. അപ്പോൾ എന്തായാലും പിന്നെ എനിക്ക് ആക്ച്വലി 1 UI അപ്ഡേറ്റിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ അത്യാവശ്യം കുറച്ചും കൂടിയും എന്താ പറയുക 1 UI കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു കിട്ടുക. എന്ന് വെച്ചാൽ കുറച്ചും കൂടിയും സ്നാപ്പി ആയിട്ടുണ്ട്, പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, പിന്നെ കുറേ ആനിമേഷൻസും അങ്ങനെ സംഭവങ്ങളൊക്കെ കിടലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ മെയിൻ ഇതിലേക്ക് മാറാൻ കാരണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അല്ലാണ്ട് അതിപ്പോൾ എന്താ പറയുക ഡ്രോബാക്സോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല X200 Pro എന്ന് മാറിയത്. മെയിൻലി കാരണങ്ങളാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറങ്ങനെ പരിചയം, ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്ലി ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പേജ് ഫോളോ ചെയ്ത് അടിച്ചാൽ മതി, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ, അടുത്ത് കാണാം.